എന്താ ഇവിടെ നടക്കുന്നേ? ഞാനെല്ലാം കണ്ടു. നീ എന്താടി ഇവിടെ? കുഞ്ഞാറ്റക്ക് ഉറക്കം വരുന്നില്ല, അതാ കുക്കിനൊപ്പം കിടക്കാൻ വന്നേ. പക്ഷെ കുഞ്ഞാറ്റ കാണാൻ പാടില്ലാത്തൊക്കെ കണ്ടു. ഓ, നിന്റെ ഉറക്കം വരായി. നിന്നോട് ആടി പെങ്കോട്ട് ചെയ്തു തരാൻ പറഞ്ഞേ? എടാ ചെറുക്കൻ, നിന്നോടല്ലേ ഞാൻ പറഞ്ഞു ഞാൻ ഉറക്കം വരാത്തോണ്ട് ഇങ്ങോട്ട് വന്നേന്ന്. എന്നോട് ഉറക്കാൻ പറഞ്ഞ് നീ കുക്കിനൊപ്പം പോയി കിടന്നുറങ്ങിക്കോ എന്ന്. അല്ല, നീ എപ്പോ എവിടുന്നാ വരുന്നേ? ഞാന് മറ്റേ റൂമിന്ന് വേറെ ഞാൻ വരിക. എന്താ റൂമെന്നോ? നീ സത്യം പറഞ്ഞോ? അത് പിന്നെ ഞാന് കാറ്റ് കൊള്ളാൻ വേണ്ടി ബാൽക്കണി പോയി. ആ, അതേപോലെ ഒരു കോഴിക്കുട്ടി ഉണ്ടല്ലോ, ആടിപ്പാടി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതെവിടെ? കോഴിക്കുട്ടി എവിടെ വീട്ടാ? ഞാൻ കണ്ടൊന്നുമില്ല. എനിക്ക് കോഴിക്കുട്ടിനെ ഭയങ്കര പേടിയായി വീട്ടാ. കോഴിക്കുട്ടിയില്ലേ നമ്മളെ കൊത്തി നമുക്ക് വേറെ എടുക്കും വീട്ടാ. ഏയ് ഇല്ലടി, ഈ കോഴിക്കോട് നിന്നെ ഒന്നും ചെയ്യില്ല. നിന്നെ സ്നേഹിക്കുക മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ അതിന്റെ ഉള്ളത് ജിമ്മിയേട്ടൻ എന്ന് വരണം. അതിൽ നിങ്ങൾക്ക് വേണ്ടത് അവിടെ ജിമ്മിയേട്ടൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ എന്തായാലും ജിമ്മിയേട്ടനൊക്കെ സംസാരിക്കായിരുന്നു. ആ, അല്ല തന്നെ, അല്ല അതാണ് എനിക്ക് വേണ്ടത്. ആ സത്യം പറഞ്ഞ അവിടെ ഒന്ന് നടന്ന് സംസാരം മാത്രമാണോ? അല്ലടാ, ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. നിനക്ക് ലോപ്പുണ്ടോ? ആ, അത് നടക്കുന്ന എനിക്ക് അറിയാടി. എന്താടി നീ ഇങ്ങനെ? നീ എന്ത് പാടി ഇങ്ങനെ? നീ ഒസ് സംസാരിക്കാൻ പഠിക്ക്. പിന്നെ നീ ആരോടാണ് പറഞ്ഞു? എനിക്ക് യാതൊരു കുഴപ്പമില്ല. നീ പോടി, നീയാ വൃത്തിയുടെ സാധനം. ഓ പിന്നെ നാണല്ലോ ഒരു സാധനം. നീ തരാൻ പറ്റില്ല തന്നത്. ഓ 2 മണിയല്ലേ? 4 മണിയൊന്നല്ലല്ലോ. 4 മണിയായാലും ഞാൻ പോവില്ല. എനിക്കൊന്നും വയ്യ, എനിക്ക് ഉറക്കമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പോവാത്ത. ആ, നാളെ ഇരുന്ന് ഉറങ്ങാനാ നിന്റെ ആ മടിയിൽ തലക്ക് വെച്ചിട്ട്. എന്നെ രസാവൂല്ലേ? നീ സമ്മതിച്ചെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒറ്റക്ക് പോകാം. അല്ല, ഫസ്റ്റൊക്കെ പിയേറ്റുണ്ടെന്നാലല്ലോ, ഇപ്പം തനിക്കെന്നൊക്കെ വിളിക്കുന്നത് തന്നെ. നിന്റെ കണ്ണിൽ ഞാൻ കാണുന്നത് നിനക്ക് താല്പര്യമുണ്ട് എന്നാലോ? ഓ, എന്നാ എടുത്തോ. നിനക്ക് നിന്റെ മടിയിൽ ഞാൻ കിടക്കുന്നതിന് ഭയങ്കര താല്പര്യമാണെന്ന്. പിന്നല്ല, ശരി എന്നാ ഞാൻ പോട്ടെ. ബൈ. ലവ് യു ടു കുക്കി മോളെ. ബൈ. പോയി എന്റെ ഉറക്കം കാണിട്ട് പോയി കിടന്നൊക്കെ ഉറക്കം വരുമെന്ന്. കിമ്മി, നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? മമ്മി, നമ്മളെവിടെ എത്താറായോ? കുറേ നേരമായില്ലേ ഈ വണ്ടി ഇങ്ങനെ ഓടാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ അവിടെ എത്തുമോ? പപ്പ, നമ്മൾ എവിടേക്കാ പോകുന്നേ? മോനെ, ഇതൊക്കെ സർപ്രൈസാ. നിന്നോട് ഇതൊന്നും പറയാൻ പറ്റില്ല. നീ അത് കണ്ടാൽ ചിലപ്പോൾ തല ഇറങ്ങി വെക്കും. അതെന്താ അത്ര പൊളിയാണോ? വേഗം വണ്ടി ഓടിച്ചേ, നമുക്ക് അവിടേക്ക് വേഗം എത്താം. എൻ്റെ മോനെ, കാണാൻ പോകുന്നവരും പറഞ്ഞറിയിക്കണോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ലടാ, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നിങ്ങൾക്ക് 4 പേർക്കും ഭയങ്കര ഇഷ്ടമാവും, അതെനിക്ക് ഉറപ്പാ. ഓക്കേ. അതെ, പിന്നൊരു കാര്യം, ഞാനവിടെ എത്തിയാൽ ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് വേറെ ലുക്കിലാവും കേട്ടോ. ഞാനൊരു ക്യാപ്പ് ആയിട്ടോളല്ലേ, അപ്പോൾ ഞാനൊരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഞാൻ നടക്കുള്ളൂ കേട്ടോ. ഏതെങ്ങനെ
കുട്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നേ. ഇവിടെ നീ എന്തിനാണ് മാസ്ക് ഇടുന്നത്? അതൊന്നും വേണ്ട, നമുക്ക് മാസ്ക് ഒന്നും വേണ്ട. അവിടെ എത്തിയാലുണ്ടാവുന്ന അവസ്ഥ അത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. കുക്കി, നീ ഇങ്ങനൊന്നും പറയല്ലേ. അവന് സ്പീഡ് കൂട്ടി ചിലപ്പോൾ നമ്മളെ വല്ല കൊക്കയിൽ കൊണ്ടുപോയി വിളിച്ചെറിയും. നീ പറഞ്ഞ പിന്നെ അവന് സ്പീഡ് കൂട്ടിയിൽ കുറച്ച് കൂടുതലല്ലേ. യുമിച്ചായ അവിടെ നോക്കിക്കേ, നോക്ക്. കുക്കി മോളെ, ഞാൻ സ്പീഡ് കൂട്ടാൻ പോവാട്ടോ. എടി എനിക്ക് ജീവിക്കണടി, എനിക്ക് ജീവിക്കണം. കേപ്പോപ്പിലെ ഐഡോളായിട്ടുള്ളൂ. അപ്പത്തിന് എന്നെ കൊല്ലാൻ വല്ല തീരുമാനം ഉണ്ടോടി? എനിക്കൊരു പെണ്ണിനെ കെട്ടണടി, എൻ്റെ പെണ്ണിനെ കെട്ടണം. ഇപ്പൊ തന്നെ കെട്ടാൻ വല്ല തീരുമാനമുണ്ടോ? ഞാനേ ഇവിടെ കണ്ണടിച്ച് കിടക്കാൻ അറിയിട്ടൊന്നുമില്ല. പിന്നെ ചിമിനേട്ട ഇനി വാ തോന്നാ ചിമിനേട്ടനെ വണ്ടക്കി അടിക്കും. ഇത് അവളെന്താടാ പറയുന്നേ? അതൊന്നുമില്ല പപ്പ, ഇനി ചെറിയ ഭ്രാന്ത്. എടാ എത്താറായടാ? മിക്കവാറും കണക്കിന് പോയി ഇവിടെ ഒരു ടീ കുടിക്കേണ്ട അവസ്ഥ വരുന്ന എനിക്ക് തോന്നുന്നത്. എന്താ ചിമിനേട്ടൻ പറഞ്ഞു? ടീയോ? ചിമിനേട്ടനെ കളിയാക്കിയതാണോ? ദൈവമേ, പെട്ടു. ഓക്കെ ആണോ? ജിമ്മിനെ വീണ കണ്ടുപിടിക്ക്. കുക്കി, എൻ്റെ അമ്മ പൊളി പൊളി. ഹൗ, ചത്തില്ല, ഭാഗ്യം. ഏയ്, അത് വേണ്ടടി, നിനക്ക് പേടിയില്ലേ? എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനെ കാത്തോളനേ. എന്റെ ധൈര്യം കളയാണല്ലോ. എന്തായാലും ചാടിയേക്കാം. എന്റെ അമ്മോ, ഇവൾക്കൊരു പേടിയില്ലല്ലോ. അടിപൊളിയായിട്ട് ചെയ്യണ്ട്. ഇവളെനിക്ക് വേണ്ടി ഇത്രയും ചെയ്യോ? ഞാൻ ചാടിയില്ല, ഇനി എല്ലാവരും ചാടണം. കിമി ചാടിയില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കിയുള്ളവരെല്ലാവരും ചാടണം. കിമിക്ക് തലവേദനയല്ലേ, അതുകൊണ്ട് ഞാൻ അവളെ വെറുതെ വിട്ടു. ആ കുക്കിയുടെ വാക്കും കേട്ടിട്ട് നീ ഇതിന്റെ മേലെന്ന് ചാടിക്കാൻ പോവാണോടി കിമ്മി? നീ അതിന്റെ മേലെന്ന് ചാടിക്കാളെ, ഇല്ലെങ്കിൽ കിമ്മി നിന്നെ അതിന്റെ മേലെന്ന് ഉന്തി ചാടിക്കും. ആ, അത് ശരിയാ, നീ ചാടിക്കോ മോനെ. ജിമിനെ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ചാടടാ. ഈ അച്ഛനും കിമ്മിയും എന്നെ കൊണ്ടേ പോവൂ. എന്തായാലും ചാടിയേക്കാം. ടീ സാരാങ്കേ, അടിപൊളി, ചിമിനേട്ടൻ ചാടി, ചിമിനേട്ടൻ ചാടി. ഹൗ, ഞാൻ ചാടിയതിന് ഇവൾക്ക് എന്തു സന്തോഷ. ഈ ചാട്ടത്തിന് ഞാൻ ചത്തെങ്കിലോ? അതിന് ചിമിനേട്ടൻ വിട്ട് പോകുന്നില്ലല്ലോ. ഇനി ഞങ്ങളും ചാടണ്ടേ? എന്തായാലും ചാടിയേക്കാം. എനിക്കിതൊക്കെ ഭയങ്കര പേടിയാ, പക്ഷെ കൊക്കിയോട് പറഞ്ഞോട്ട് മാത്രം ഞാൻ ചാടാൻ പോവാ. ദൈവമേ, എന്നെ കാത്തോളണേ. നീ പേടിക്കണ്ട പെണ്ണെ, ചിമ്മിനും വീയും കുക്കിയൊക്കെ ചാടിയില്ലേ, അപ്പൊ നീയും ചാടി നോക്ക്, നല്ല രസമുണ്ടാവും. മമ്മി പേടിക്കണ്ട, പെട്ടെന്ന് ചാടിക്കോ. അത് പൊളിച്ചു.
ഞാൻ ജീവനോടെ ഇരിക്കുന്നുണ്ടേ. എൻ്റെ മക്കളെ, നിങ്ങൾക്ക് ഇവിടെ ഉണ്ടില്ലേ? ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി അടുത്തത് മമ്മി. അതെ, എനിക്കൊരു പേടിയുമില്ല. ഇതൊക്കെ എനിക്ക് നിസ്സാരം. ഞാൻ വേൾഡ് വൈഡ് ഹാൻസം ആണ്. ചേച്ചി ചാടാൻ നിൽക്കുമ്പോഴും പൊങ്ങച്ചിട്ടിന് ഒരു കുറവുമില്ല. മമ്മി എന്ന് ചാടുവോ? എനിക്ക് ഉറക്കം വരുന്നു. ഈശ്വര, എൻ്റെ ഹാൻസം ഫേസിനെ കാത്തോളേ. എൻ്റെ ഹാൻസം ഫേസിന് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇപ്പോഴും പഴയ പോലെ തന്നെ ഉണ്ട്. ഞാനിത് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കുക്കി മോൾക്ക് വേണ്ടി ഞാനിത് ചെയ്യാൻ പോവുകയാണ്. എനിക്കിതൊക്കെ നിസ്സാരമാണ്. എനിക്കിതൊന്നും പേടിയില്ല. ചീനി പറയണ പോലെ നിസ്സാരം. ഇതൊക്കെ നിസ്സാരമാണ്. ഞാൻ ചാടി കാണിച്ചു തരാവേ. എൻ്റെ കുക്കി മോൾക്ക് വേണ്ടി ഞാൻ ചാടാൻ പോവാ. പപ്പ, എനിക്ക് എൻ്റെ പപ്പയെ തിരിച്ചു വേണം. എടാ മുണ്ടാതിരിക്കടാ, ഞാൻ ചാവാൻ പോകുന്നില്ല. ചീനി, ഐ ലവ് യു. ഏയ് അത് പൊളിച്ചു. അത് പൊളിച്ചു. ഹേയ് പപ്പ ചാടി. പപ്പ ചാടി. ഏയ് എനിക്കെന്ത് കുഴപ്പം? നിന്റെ ഹാർട്ട് എത്രത്തോളം ഇടിക്കുന്നു? എൻ്റെ ഹാർട്ട് കുഴപ്പമൊന്നുമില്ല. നിന്റെ ഹാർട്ട്, നിങ്ങൾ രണ്ടാളുടെ ഒരേപോലെ ഇരിക്കുന്നത്. ഇനി അടുത്തത് ഞാനാണ് ചാടാൻ പോകുന്നത്. എനിക്കൊരു പേടിയോ ഇല്ല. ചെറുപ്പത്തിൽ അവനിക്ക് എല്ലാം പേടിയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കൊരു സാധനം പോലും പേടിയില്ല. മുമ്പ് തന്നെ അതിന്റെ മേലെ കയറി കൂടിയല്ലോ. ഡാ വേഗം ചാടടാ. ആ പൊന്നെ, ഞാൻ ചാടാൻ പോവാണ്. ഹോപ്പി മോളെ. ഇനി കുക്കി മോൾക്ക് വേണ്ടി ചാടിയില്ലാന്ന് വേണ്ട, ഞാൻ ചാടി. എന്നെ കണ്ടുപിടി എല്ലാരും. എന്നാ വാ, നമുക്ക് വീട്ടിൽ പോവാ. മമ്മി, ഞാൻ നാളെ രാവിലെ നേരത്തെ പോകും കേട്ടോ. എനിക്ക് മാനേജർ വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടാ നീ എപ്പോഴാണ് പോകുന്നേ? ആ മമ്മി, ഞാൻ പറയാൻ വിട്ടു. എനിക്കും നാളെ UK പോകണം കേട്ടോ. എനിക്കും കുറേ ആവശ്യങ്ങളവിടെ ഉണ്ട്. ജോലിയൊക്കെ കുറേ ബാക്കി ഉണ്ടാക്കുമ്പോൾ ചെയ്യണം. അതോ നിങ്ങൾ പോണേന്ന് ഞങ്ങളോട് മുമ്പ് പറയാഞ്ഞേ? വീട് UK പോവാണോ? ചിമ്മിയുടെ നാളെ പോയ പിന്നെ എന്നാ വരിക? പിന്നെ പെണ്ണുങ്ങളാണ് രണ്ടാളും വീട്ടിൽ ഒതുങ്ങിയിരിക്കണം. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എനിക്ക് അവിടെ ജോലിയുണ്ട്. കളിക്കാനല്ലേ അങ്ങോട്ട് പോകുന്നത്. അത് ശരിയാ. അതുകൊണ്ടൊക്കെ കാര്യം അങ്ങോട്ട് പറഞ്ഞ കൊച്ചായിരുന്നാലും സന്തോഷത്തിലിരിക്കും. അത് പിന്നെ നമ്മുടെ കിമ്മിക്കും കുക്കിക്കും ഉണ്ടല്ലോ, ഒരു ആലോചന വന്നിട്ടുണ്ട്, ഒരു കല്യാണത്തിന്റെ. അവർ വന്നിട്ട് നിങ്ങളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കല്യാണം എന്തായാലും ഞങ്ങൾ ഉറപ്പിക്കും. പിന്നെ ഇനി പണ്ടത്തെ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുക അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. നല്ല കുട്ടിയായി വീട്ടിലൊതുങ്ങിയിരിക്കണം നിങ്ങൾ. എന്താ പപ്പ പറയുന്നത്? അവർ കല്യാണമൊന്നും വേണ്ട. അവരിപ്പോഴും ചെറിയ കുട്ടിയാ. അവർക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട. എടാ ജിമ്മി മോനെ, നീ എന്തൊക്കെയാണ് പറയുന്നേ? അവർ കല്യാണ പ്രായമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അവർ കെട്ടിച്ചിടാൻ പ്രായമായി. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വന്ന് ഇഷ്ടമായി എന്തായാലും ഉറപ്പിക്കും. എന്താ നിങ്ങളിങ്ങനെ പറയുന്നേ? അവർക്ക് ഇഷ്ടമായാലല്ലേ കല്യാണം കഴിപ്പിക്കുക. അവർക്കൊന്നാമത് ഇഷ്ടം പോലും ഉണ്ടാവില്ല. അതിന് നീ എന്നൊക്കെ ചൂടാവുന്നേ. അവർക്കൊക്കെ സമ്മാനം കല്യാണത്തിന് നല്ല അടിപൊളി ചെക്കന്മാർ. ഞങ്ങൾ കുറെ കണ്ടതാ വരെ. എന്താ പെണ്ണുങ്ങൾ തൊള്ളൊളിക്കണേ? കെട്ടിക്കാൻ പ്രായമായവളെ കല്യാണം നടക്കാൻ പോയിട്ട് തൊള്ളക്കാൻ നിക്കവള്. മമ്മി, ഞാൻ പറയാച്ച് ഞങ്ങൾക്ക് കല്യാണം വേണ്ട. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. എനിക്ക് പഠിക്കണം. ഞാൻ മമ്മിയോട് പറഞ്ഞ ഡ്രീമിനെ കുറിച്ചിട്ട്. മമ്മിക്ക് നല്ലോണം അറിയുന്നല്ലേ, പിന്നെന്താ? കിമ്മി മോളെ, നിന്റെ ഡ്രീമൊക്കെ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നീ ചെയ്തോ. അതൊക്കെ അവര് നോക്കിക്കോളും. നിർത്ത് നിങ്ങൾ. ഇനി കൂടുതൽ സംസാരം വേണ്ട. നമ്മൾ കല്യാണം നടത്തും പറഞ്ഞ് നടത്തിയിരിക്കും. എല്ലാവരും പോയി കിടന്നുറങ്ങും. നിങ്ങൾക്കല്ലേ നാളെ പോകണമെന്ന് പറഞ്ഞത്. വാഴ ചിമ്മിനെ പോവാം. ഇതൊക്കെ സത്യാണോ? എനിക്കെന്റെ വീട്ടിൽ കിട്ടൂലേ?
നമുക്ക് അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ? എനിക്ക് എനിക്ക് വീടിലായി ജീവിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ആ സ്ഥാനത്ത് വേറെ ഒരാളിനെ കാണാൻ പോലും എനിക്ക് കഴിയൂല. എനിക്കൊന്ന് വീടിന് മാത്രം മതി.